ഇവിടെ പ്രോനൗൺസ് തന്നിട്ടുണ്ട്. അതായത് സർവ്വനാമങ്ങൾ. നമ്മൾ കഴിഞ്ഞ കുറേയധികം വീഡിയോകളിൽ ഇതിനെപ്പറ്റി വിശദമായി പഠിച്ചിട്ടുള്ളവരാണ്. പക്ഷേ പുതുതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരാണ് ഇവിടെ വരുന്നതെങ്കിൽ അവർക്ക് ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയുന്നുണ്ട്. ഇതിനിവിടെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ച് സിംഗുലർ, പ്ലൂറൽ, ഏകവചനം, ബഹുവചനം എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ കീഴിൽ എഴുതിയിട്ടുള്ള എല്ലാ സർവ്വനാമങ്ങളും പേഴ്സണൽ പ്രോനൗൺസുകളാണ്. അതായത് വ്യക്തികളെ സൂചിപ്പിക്കുന്ന സർവ്വനാമങ്ങളാണ്. അതിനെ വീണ്ടും 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പേഴ്സണൽ പ്രോനൗൺസ്, സെക്കൻഡ് പേഴ്സണൽ പ്രോനൗൺസ്, തേർഡ് പേഴ്സണൽ പ്രോനൗൺസ് എന്നിങ്ങനെയാണ്. ഒരു സംഭാഷണം തുടങ്ങി വയ്ക്കുന്നവരാണ് ഫസ്റ്റ് പേഴ്സണൽ പ്രോനൗൺസിൽ വരിക. അവർ ആരോടാണോ സംസാരിക്കുന്നത് അതാണ് സെക്കൻഡ് പേഴ്സണൽ പ്രോനൗൺസ്. ഈ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് സാധാരണഗതിയിൽ തേർഡ് പേഴ്സണുകളെ പറ്റിയാണ് പറയുക. ഈ തേർഡ് പേഴ്സണൽ പ്രോനൗൺസിൽ വരുന്നതാണ് ഹി, ഷി, ഇറ്റ് എന്നീ 3 സിംഗുലർ പ്രോനൗണുകളും അവയുടെ പ്ലൂറൽ ഫോമായ ദെയ്യും. ഇതുകൂടാതെ അതിന് താഴെയായിട്ട് ഇന്ദു എന്ന ഏകവചന നാമവും ഇന്ദു ആൻഡ് ബിന്ദു എന്ന പ്ലൂറൽ നൗൺസും തന്നിട്ടുണ്ട്. നമ്മൾ ബ്രോഡ് സെൻസിൽ എടുക്കുകയാണെങ്കിൽ എല്ലാ നാമങ്ങളും തേർഡ് പേഴ്സൺ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കൂ. ഇവിടെ ഡു, ഡസ് എന്നീ വാക്കുകൾ എല്ലാ സർവ്വനാമങ്ങളുടെയും നാമങ്ങളുടെയും കൂടെയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ ശരിയായ ഉപയോഗം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡു എന്നത് പ്ലൂറലാണ്, ഡസ് എന്നത് സിംഗുലറാണ്, രണ്ടും പ്രസൻറ്റ് ഫോമിലുള്ളവയുമാണ്. ഇവിടെ ഏതേത് സർവ്വനാമങ്ങളുടെയും നാമങ്ങളുടെയും കൂടെ ഡു ഉപയോഗിക്കുന്നു, അതുപോലെ ഏതേത് സർവ്വനാമങ്ങളുടെയും നാമത്തിൻ്റെയും കൂടെ ഡസ് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഇവിടെ ഐ, വി എന്നിവയുടെ കൂടെ ഡു ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഫസ്റ്റ് പേഴ്സണൽ പ്രോനൗൺസ് ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് ഡു എന്നത് പ്ലൂറലാണ്, അത് ബഹുവചന രൂപമാണ്. പക്ഷേ ഇവിടെ സിംഗുലർ ഫോമായ ഐയുടെ കൂടെ അത് ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ ഐ ഏകവചനമാണെങ്കിലും ഡു എന്ന വെർബും അതുപോലെയുള്ള പ്ലൂറൽ വെർബും മാത്രമേ ഐയുടെ കൂടെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുകയുള്ളൂ. ഇംഗ്ലീഷ് നിയമം അനുസരിച്ച് സാധാരണഗതിയിൽ സബ്ജക്റ്റ്, അതായത് കർത്താവ് പ്ലൂറലാണെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന വെർബും പ്ലൂറലായിരിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. അത് നിയമമാണ്. പക്ഷേ ഇവിടെ ഐ എന്ന സബ്ജക്റ്റ് സിംഗുലർ ആയിരുന്നിട്ട് കൂടി പ്ലൂറൽ വെർബാണ് അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഐയുടെയും വിയുടെയും കൂടെ ഡു ചേർത്തിരിക്കുന്നു, യുവിൻ്റെ കൂടെ ഡു ചേർത്തിരിക്കുന്നു. ഫസ്റ്റ് പേഴ്സണൽ പ്രോനൗൺസിൻ്റെയും സെക്കൻഡ് പേഴ്സണൽ പ്രോനൗൺസിൻ്റെയും കൂടെ ഡു തന്നെയാണ് ചേർത്തിരിക്കുന്നത്. തേർഡ് പേഴ്സണൽ സിംഗുലർ പ്രോനൗൺസിൻ്റെ കൂടെ ഹി, ഷി, ഇറ്റ് ഇത് 3ൻ്റെയും കൂടെ ഡസ് ചേർത്തിരിക്കുന്നു. അവയുടെ പ്ലൂറൽ ഫോമായ ദെയ്യുടെ കൂടെ ഡു ചേർത്തിരിക്കുന്നു. എല്ലാ ഏകവചന നാമങ്ങളുടെ കൂടെയും ഡസ് ഉപയോഗിക്കുന്നു. എല്ലാ ബഹുവചന നാമങ്ങളുടെയും കൂടെ ഡു ഉപയോഗിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, ഡു, ഡസ് എന്നീ വാക്കുകൾക്ക് ചെയ്യുക എന്നാണ് അർത്ഥം. എന്നാൽ അതൊരു വാചകത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിന് ചെയ്യുന്നു എന്ന് അർത്ഥം കിട്ടും. അപ്പോൾ നമുക്ക് അർത്ഥം നോക്കാം. ഐ ഡു ഞാൻ ചെയ്യുന്നു, വി ഡു ഞങ്ങൾ ചെയ്യുന്നു, യു ഡു നീ ചെയ്യുന്നു, അടുത്ത യുഡ് പ്ലൂറൽ നിങ്ങൾ ചെയ്യുന്നു, ഹി ഡസ് അവൻ ചെയ്യുന്നു, ഷീ ഡസ് അവൾ ചെയ്യുന്നു, ഇറ്റ് ഡസ് അത് ചെയ്യുന്നു. അത് 3ൻ്റെയും ബഹുവചന രൂപം they do അവർ ചെയ്യുന്നു. ഇന്ദു ഡസ് ഇന്ദു ചെയ്യുന്നു, ഇന്ദു ആൻഡ് ബിന്ദു ഡു ഇന്ദുവും ബിന്ദുവും ചെയ്യുന്നു. ഇവിടെ പ്രോനൗൺസ് നമുക്ക് വീണ്ടും എഴുതിയിട്ട് ഡു, ഡസ് എന്നീ വാക്കുകൾ ഉപയോഗിച്ചിരുന്ന സ്ഥാനങ്ങളിൽ ഒരു വെർബ് നമ്മൾ ഉപയോഗിച്ച് പഠിക്കുകയാണ്. എങ്കിലേ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പാടുക എന്നർത്ഥമുള്ള സിങ് എന്ന വെർബ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ബേസ് ഫോമിലുള്ള, അതായത് റൂട്ട് ഫോമിലുള്ള വെർബാണ്. ഇത് പ്രസൻറ്റ് ഫോമിലുള്ളതാണ്. ഇതിന് സാധാരണഗതിയിൽ പ്ലൂറൽ ഫോമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സിങ് എന്നത് ഇവിടെ പ്ലൂറൽ ഫോമാണ്. ഡു എന്ന് നമ്മൾ നേരത്തെ ചേർത്ത് പഠിച്ച സ്ഥാനങ്ങളിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. അതേസമയം ഡസ് എന്ന് ഉപയോഗിച്ച സ്ഥാനങ്ങളിൽ സിങ് എന്ന വെർബിൻ്റെ സിംഗുലർ ഫോം സിങ്സ് എന്ന് ആക്കി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വെർബിൻ്റെ അവസാനം എസ്ഒ ഇഎസ്ഒ വന്നാൽ അത് സിംഗുലർ ഫോമിലുള്ളതായി മാറുന്നതാണ്.
അപ്പോൾ ഐ സിങ് ഞാൻ പാടുന്നു, വി സിങ് ഞങ്ങൾ പാടുന്നു, യു സിങ് നീ പാടുന്നു, അടുത്ത യു സിങ് നിങ്ങൾ പാടുന്നു. ഹി സിങ്സ് അവൻ പാടുന്നു. അപ്പോൾ ഇവിടെ സിങ്സ് എന്നത് ഡസിന് പകരമായിട്ടാണ് നമ്മളവിടെ ഉപയോഗിച്ചത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ സിങ് എന്ന വാക്കിൻ്റെ അകത്ത് നമ്മൾ ഡു എന്ന സ്ഥാനത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വാക്കിൻ്റെ അകത്ത് ഡു എന്ന വാക്ക് അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ ഊഹിക്കണം, മനസ്സിലാക്കണം. അതുപോലെ സിങ്സ് എന്നത് ഡസ് എന്ന വാക്ക് ഉപയോഗിക്കേണ്ട സ്ഥാനത്താണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് എല്ലാ ഏകവചന വെർബുകളുടെയും അകത്ത് ഡസ് എന്ന വാക്ക് അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നും മനസ്സിലാക്കണം. അതായത് എല്ലാ പ്ലൂറൽ വെർബിൻ്റെ അകത്തും ഡു എന്ന വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെങ്കിൽ അടങ്ങിയിട്ടുണ്ട് എന്നും എല്ലാ സിംഗുലർ വെർബ്സിൻ്റെ അകത്തും ഡസ് എന്ന വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെങ്കിൽ അടങ്ങിയിട്ടുണ്ട് എന്നതും നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഡസ് ഉപയോഗിച്ചിടത്ത് സിങ്സ് എന്ന എസ്സിൽ അവസാനിക്കുന്ന, ഡസിലും എസ് ഉണ്ട്, എസ്സിൽ അവസാനിക്കുന്നു. അതുപോലെ സിങ്സ് ഇവിടെ വെർബ് ഏകവചനത്തിൽ വരുന്ന എല്ലാ വെർബുകളും ഇവിടെ സിങ്സിൽ അവസാനിക്കുകയും ചെയ്യുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹി സിങ്സ് അവൻ പാടുന്നു, ഷീ സിങ്സ് അവൾ പാടുന്നു, ഇറ്റ് സിങ്സ് അത് പാടുന്നു. ഇത് മൂന്നിൻ്റെയും ബഹുവചന രൂപം ദൈയാണ്. അതിൻ്റെ കൂടെ പ്ലൂറൽ ഫോമായ സിങ് തന്നെ. കാരണം നമ്മൾ ഡു എന്ന വാക്കാണ് ദൈ ഡു എന്നാണ് നേരത്തെ പഠിച്ചത്. അതുകൊണ്ട് ഡു വന്നിടത്തേക്ക് പ്ലൂറൽ ഫോമിലുള്ള വെർബ് വേണം ഉപയോഗിക്കുവാൻ. അതുകൊണ്ട് ദൈ സിങ് എന്ന് ചേർത്തിരിക്കുന്നു. അവർ പാടുന്നു അല്ലെങ്കിൽ അവ പാടുന്നു എന്നർത്ഥം എടുക്കുന്നു. അടുത്ത ഇന്ദു സിങ്സ് ഇന്ദു പാടുന്നു എന്നർത്ഥവും, ഇന്ദു ആൻഡ് ബിന്ദു സിങ് ഇന്ദുവും ബിന്ദുവും പാടുന്നു എന്നർത്ഥവും എടുക്കണം. അപ്പോൾ അർത്ഥം ഒന്നുകൂടെ പറയാം. ഐ സിങ് ഞാൻ പാടുന്നു, വി സിങ് ഞങ്ങൾ പാടുന്നു, യു സിങ് നീ പാടുന്നു, അടുത്ത യു സിങ് പ്ലൂറലായതുകൊണ്ട് നിങ്ങൾ പാടുന്നു. ഹി സിങ്സ് അവൻ പാടുന്നു, ഷീ സിങ്സ് അവൾ പാടുന്നു, ഇറ്റ് സിങ്സ് അത് പാടുന്നു. ഹി ഷീ ഇറ്റ് ഇത് മൂന്നിൻ്റെയും പ്ലൂറൽ ദൈയാണ്. ദൈ സിങ് അവർ പാടുന്നു അല്ലെങ്കിൽ അവ പാടുന്നു. അടുത്ത ഏകവചന നാമമായ ഇന്ദു, അതിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് വരിക. അതുകൊണ്ട് ഇന്ദു സിങ്സ് ഇന്ദു പാടുന്നു. അടുത്ത പ്ലൂറൽ നൗൺസ് ആണ് ഇന്ദുവും ബിന്ദുവും, ഇന്ദു ആൻഡ് ബിന്ദു സിങ് ഇന്ദുവും ബിന്ദുവും പാടുന്നു. അപ്പോൾ ഇത് സിങ്സ് എവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു, എവിടെ ഉപയോഗിക്കണമെന്നും സിങ് എവിടെ ഉപയോഗിക്കണമെന്നും ഇതിൽ നിന്ന് നോക്കി മനസ്സിലാക്കണം. ഇനി നോക്കൂ, സം സെൻറ്റൻസസ് യൂസിങ് ഡു ആൻഡ് ഡസ്. ഡൂവും ഡസ്സും ഉപയോഗിച്ചു കൊണ്ടുള്ള കുറേ സെൻറ്റൻസുകൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് എല്ലാം പ്രസൻറ്റ് ടെൻസ് ഫോമിലുള്ളതാണ്. ചിലതിലെ സബ്ജക്റ്റ്, അതായത് പ്രോനോണോ അല്ലെങ്കിൽ നൗണോ സിംഗുലറും ചിലതിലത് പ്ലൂറലുമായിരിക്കുകയും ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കുക. ഐ സിങ് എ സോങ്, ആദ്യ സെൻറ്റൻസ് അങ്ങനെയാണ്. ഐ സിങ് എ സോങ്. ഇവിടെ വെർബ് സിങ് എന്ന വെർബാണ്. ഐ സിങ് ഞാൻ പാടുന്നു, എ ഒരു സോങ് പാട്ട്, ഞാൻ ഒരു പാട്ട് പാടുന്നു. ഇവിടെ സിങ് എന്ന വെർബ് ഡു എന്ന സ്ഥാനത്താണ്. ഐയുടെ കൂടെ എപ്പോഴും ഡു ആണ് ചേർക്കേണ്ടത്. ഡു എന്ന സ്ഥാനത്താണ് സിങ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സിങ് എന്ന വെർബ് പ്ലൂറൽ ഫോമിൽ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ പ്ലൂറൽ വെർബിൻ്റെ ഉള്ളിലും ഡു അടങ്ങിയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് സിങ്ങിനെ നമ്മൾ പിരിച്ചെഴുതുവാൻ ശ്രമിക്കുകയാണ്. സിങ് സമം ഡു അധികം സിങ് എന്ന് നമ്മൾ പിരിച്ചെഴുതിയിരിക്കുന്നു. സിങ് ഈസ് ഈക്വൽ ടു ഡു പ്ലസ് സിങ്. അതായത് സിങ്ങിൻ്റെ ഉള്ളിൽ ഡു അടങ്ങിയിട്ടുണ്ട് എന്ന് അർത്ഥം. അത് പിരിച്ചെഴുതുമ്പോൾ ഡു അധികം സിങ് എന്ന് കിട്ടും. നമുക്ക് അർത്ഥം അറിയാം. സിങ് എന്ന് വെച്ചാൽ പാടുക എന്ന പ്രവൃത്തി ചെയ്യുക, ഡു എന്ന് വെച്ചാൽ ചെയ്യുന്നു. അപ്പോൾ സിങ് പാടുക, ഡു ചെയ്യുന്നു. പാടുക എന്ന പ്രവൃത്തി ചെയ്യുന്നു എന്ന് വെച്ചാൽ പാടുന്നു എന്ന അർത്ഥം നമുക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ സിങ് എന്ന വാക്ക് ഇവിടെ പിരിച്ചെഴുതിയിരിക്കുന്നത് എന്ന് പലർക്കും സംശയം ഉണ്ടാകാം. ഇത് ഇങ്ങനെ പിരിച്ച് എഴുതിയിരിക്കുന്നത് വളരെ അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ് ഇവിടെ അത് പിരിച്ചെഴുതി പഠിക്കുന്നത്. കാരണം ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നു എന്ന സെൻറ്റൻസിൽ നിന്നും ഞാനൊരു പാട്ട് പാടുന്നില്ല, ഞാനൊരു പാട്ട് പാടുന്നു, ഞാനൊരു പാട്ട് പാടുന്നില്ലേ, ഇങ്ങനെയൊക്കെ രൂപങ്ങളിൽ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ സെൻറ്റൻസ് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അതിലെ വെർബ്
ഇവിടെ സിങ് എന്ന വെർബ് നമുക്ക് പിരിച്ചെഴുതിയാൽ മാത്രമേ ഇത്തരം മറ്റു സെൻറ്റൻസുകൾ അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ സിങ് എന്ന വെർബ് നമ്മളിവിടെ പിരിച്ചെഴുതിയിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ പ്ലൂറൽ വെർബിൻ്റെ ഉള്ളിലും ഡു എന്ന് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ എല്ലാ സിംഗുലർ വെർബുകളുടെ ഉള്ളിലും ഡസ് എന്ന വാക്കും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സിങ് എന്നത് പ്ലൂറലാണ്. അത് പിരിച്ചെഴുതിയപ്പോൾ ഡു അധികം സിങ് എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡു അധികം സിങ് എന്ന പിരിച്ചെഴുതിയ രൂപം ഉപയോഗിച്ചുകൊണ്ട് ഐ സിങ് എ സോങ് എന്ന സെൻറ്റൻസിന് അതിന് തൊട്ട് താഴെ പിരിച്ചെഴുതിയിരിക്കുന്നു. ഐ ഡു സിങ് എ സോങ്. അർത്ഥം, ആദ്യത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥം തന്നെ എടുക്കുക, ഞാനൊരു പാട്ട് പാടുന്നു. അല്ലാതെ ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു അഫിർമേറ്റീവ് സെൻറ്റൻസിൻ്റെ ഉള്ളിൽ ഡു, ഡസ്, ഡിഡ് ഇവയിലേതെങ്കിലും ഒന്ന് വന്നാൽ അതിന് ശേഷം വരുന്ന വെർബിനെ ദൃഢപ്പെടുത്തും എന്നുള്ള ആശയമോ അർത്ഥമോ ഇവിടെ ഒരു കാരണവശാലും എടുക്കരുത്. നമ്മളിവിടെ അത് പിരിച്ചെഴുതിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ് സെൻറ്റൻസുകളും ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളും അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുവാൻ, അതിൽ നിന്ന് ഉണ്ടാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുണ്ട്, സാധാരണയുള്ള ഒരു അഫിർമേറ്റീവ് സെൻറ്റൻസിൻ്റെ ഉള്ളിൽ ഒരു ആക്സിലറി വെർബ് വരികയാണ് എങ്കിൽ ആ ആക്സിലറി വെർബിനെ എടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും ചെയ്താൽ വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് പോലെ ഇവിടെ ഡു ഐ സിങ് എ സോങ് എന്ന് വായിക്കുവാൻ സാധിക്കും. അങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി എടുക്കുവാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഞാൻ ഒരു പാട്ട് പാടുന്നുവോ എന്നാണ്. ഞാനൊരു പാട്ട് പാടാറുണ്ടോ എന്നും ഇതിന് അർത്ഥം എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഐ സിങ് എ സോങ്ങിൽ നിന്ന് ഡു ഐ സിങ് എ സോങ് എന്ന സെൻറ്റൻസ്, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കിയ രീതി നിങ്ങൾ ഇവിടെ നിന്ന് നന്നായി ഇത് കേട്ട് പഠിക്കണം. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം വളരെ എളുപ്പമായിട്ട് തോന്നും. കാരണം ഈ ഒരു സെൻറ്റൻസിൻ്റെ മാതൃകയിലാണ് ബാക്കിയുള്ള എല്ലാ സെൻറ്റൻസുകളും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിനി അടുത്ത സെൻറ്റൻസിലോട്ട് കടക്കാം. അടുത്ത സെൻറ്റൻസ് വി ലിസൺ മ്യൂസിക്. വി ഞങ്ങൾ, അത് പ്ലൂറൽ ഫോമാണ്. അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് വരുന്ന വെർബും പ്ലൂറലായിരിക്കും. ലിസൺ പ്ലൂറൽ ഫോമിലുള്ള വെർബ് ആണ്. അപ്പോൾ ലിസൺ പിരിച്ചെഴുതുമ്പോൾ അതിൻ്റെ അകത്ത് സ്വാഭാവികമായും പ്ലൂറൽ ഫോം ആയതുകൊണ്ട് ഡു അടങ്ങിയിട്ടുണ്ടാവും. ഡു പ്ലസ് ലിസൺ എന്നതിനെ നമുക്ക് പിരിച്ചെഴുതുവാൻ സാധിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് വി ലിസൺ മ്യൂസിക് എന്ന സെൻറ്റൻസിനെ നമ്മൾ വിശദീകരിച്ച് തൊട്ട് താഴെ വി ഡു ലിസൺ മ്യൂസിക് എന്നാക്കി വിശദീകരിച്ചെഴുതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ആക്സിലറി വെർബ്, അതായത് ഡു എന്ന ആക്സിലറി വെർബ് വന്നിട്ടുണ്ട്. ആ ആക്സിലറി വെർബിനെ എടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുക, തുടർന്ന് വായിക്കുക, വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കുക. അപ്പോൾ ഡു വി ലിസൺ മ്യൂസിക് എന്ന ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് കിട്ടും. ഞങ്ങൾ സംഗീതം കേൾക്കുന്നുവോ എന്ന് അർത്ഥം കിട്ടും. അടുത്തത് ഹി ഈറ്റ്സ് എ മാംഗോ. അവൻ ഒരു മാങ്ങ തിന്നുന്നു. ഇവിടെ ഏകവചനമാണ് അവൻ. അതുകൊണ്ട് തന്നെ അവനോടൊപ്പം എന്ന് വെച്ചാൽ ഹി എന്ന വാക്കിനോടൊപ്പം ചേർന്ന് വന്നിരിക്കുന്ന ക്രിയയും ഏകവചനമാണ്. ഈറ്റ്സ് എന്നാണ് വന്നത്. ഡസ്സിനെ അത് സൂചിപ്പിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഡസ് എന്ന വാക്ക് അടങ്ങിയിട്ടുണ്ട്. ഡസ് അധികം ഈറ്റ് ആണ് ഈറ്റ്സ്. കാരണം ഈറ്റ് എന്ന വാക്കിൻ്റെ ഏകവചന രൂപമാണ് ഇവിടെ ഈറ്റ്സ്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഡസ് എന്ന വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് ഈറ്റ്സ് എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ ഡസ് അധികം ഈറ്റ് എന്ന് എഴുതണം. ഇവിടെ ശ്രദ്ധിക്കുക, ഈറ്റ്സ് എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ ഡസ് അധികം ഈറ്റ് എന്ന് എഴുതാവൂ, അല്ലാതെ ഡസ് അധികം ഈറ്റ്സ് എന്ന് ഒരിക്കലും ഉപയോഗിക്കുകയില്ല. അങ്ങനെ എഴുതരുത്. കാരണം അതിലെ ഈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഡസ് ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മൾ ഈറ്റ്സ് എന്ന് പറഞ്ഞത്. ഡസ്സിനെ വെളിയിലെടുക്കുമ്പോൾ അത് ഈറ്റ് എന്നായി മാറും. മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഏകവചന ക്രിയകളായാലും ബഹുവചന ക്രിയകളായാലും പ്ലസ് ചിഹ്നത്തിന് ശേഷം വരുന്ന
വെർബുകൾ എല്ലാം റൂട്ട് ഫോമിലുള്ളതായിരിക്കും. അതായത് പ്ലൂറൽ ഫോം സൂചിപ്പിക്കുന്ന വെർബുകളായിരിക്കും. അതുകൊണ്ടാണ് ഡസ് അധികം ഈറ്റ് എന്ന് വന്നത്, അല്ലാതെ ഡസ് അധികം ഈറ്റ്സ് എന്ന് വരാത്തത്. ഇനി ഈ പിരിച്ചെഴുതിയ രൂപം ഉപയോഗിച്ചുകൊണ്ട് ഹി ഈറ്റ്സ് എ മാംഗോ, അവൻ ഒരു മാങ്ങ തിന്നുന്നു എന്ന സെന്റൻസിനെ നമ്മൾ വിപുലീകരിച്ച് താഴെ എഴുതി. ഹി ഡസ് ഈറ്റ് എ മാംഗോ എന്നെഴുതി. അപ്പോൾ അവിടെ അതിനുള്ളിൽ ഒരു ആക്സിലറി വെർബ് വന്നു. ഡസ് എന്നതാണ് ആക്സിലറി വെർബ്. ആ ആക്സിലറി വെർബിനെ വാചകത്തിൻ്റെ ആദ്യം എടുത്ത് എഴുതിയിട്ട് തുടർന്ന് വായിക്കുക. വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കുക. അപ്പോൾ ഡസ് ഹി ഈറ്റ് എ മാംഗോ, അവനൊരു മാങ്ങ തിന്നുന്നുവോ എന്ന് അർത്ഥം കിട്ടും. അടുത്ത സെന്റൻസ് നോക്കൂ. ഷീ ക്രൈസ് ലൗഡ്ലി, അവൾ ഉറക്കെ കരയുന്നു. അപ്പോൾ ഇവിടെ ഷീ എന്നത് ഏകവചനമാണ്. അതുകൊണ്ട് കൂടെ വന്നിരിക്കുന്ന വെർബ് എസിൽ അവസാനിക്കുന്നുണ്ടതും ഏകവചന വെർബാണ്. അതിൻ്റെ അർത്ഥം അതിനുള്ളിൽ ഡസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ക്രൈസ് പിരിച്ചെഴുതുമ്പോൾ ഡസ് അധികം ക്രൈ എന്ന് വരും. ഡസ് അധികം ക്രൈ എന്ന് വരും. ആ പിരിച്ചെഴുതിയ രൂപം ഉപയോഗിച്ച് അടുത്ത സെന്റൻസ് ഇടതുവശത്ത് വിപുലീകരിച്ചെഴുതി. ഷീ ഡസ് ക്രൈ ലൗഡ്ലി എന്നെഴുതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡസ് എന്ന ആക്സിലറി വെർബ് വന്നു. നമ്മൾ ഇൻ്ററോഗേറ്റീവ് ആക്കുവാൻ ആ ഡസ് എന്ന ആക്സിലറി വെർബിനെ എടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും വേണം. അപ്പോൾ ഡസ് ഷീ ക്രൈ ലൗഡ്ലി, അവൾ ഉറക്കെ കരയുന്നുവോ എന്ന് അർത്ഥം കിട്ടും. നെക്സ്റ്റ് സെന്റൻസ് യു ലവ് മീ. ഇവിടെ യു എന്നത് പ്ലൂറൽ ഫോമാണ്. അതുകൊണ്ട് അതിനോട് ചേർന്ന് വന്നിരിക്കുന്ന വെർബും പ്ലൂറൽ ഫോമാണ്. വെർബ് പ്ലൂറലായാൽ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഡു എന്ന വാക്കാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ലവ് പിരിച്ചെഴുതുമ്പോൾ ഡു അധികം ലവ് എന്ന് കിട്ടും. ഇനി ആ പിരിച്ചെഴുതിയ രൂപം ഉപയോഗിച്ചുകൊണ്ട് ആ സെന്റൻസിനെ വിപുലീകരിച്ച് താഴെ എഴുതി. യു ഡു ലവ് മീ, അർത്ഥം യു ലവ് മീ എന്ന് തന്നെ എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ആക്സിലറി വെർബ് ഡു എന്ന വാക്ക് പുറത്തേക്കെടുത്ത് ആദ്യമേ എഴുതി എന്നിട്ട് തുടർന്ന് വായിക്കുക. വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കുക. അപ്പോൾ ഡു യു ലവ് മീ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അർത്ഥം കിട്ടും. അടുത്ത സെന്റൻസ് ഇറ്റ് വാക്സ് സ്ലോലി. ഇവിടെ ഇറ്റ് ഏകവചനമാണ്. അതുകൊണ്ട് തന്നെ ക്രിയയും ഏകവചനമാണ്. ക്രിയ എസിൽ അവസാനിക്കുന്നു. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഉള്ളിൽ ഡസ് എന്ന വാക്ക് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വാക്സ് എന്ന വാക്ക് നമ്മൾ പിരിച്ചെഴുതുന്നു. ഡസ് അധികം വാക്ക് എന്നാണ് കിട്ടുക. ഡസ് അധികം വാക്ക് എന്ന ആ പിരിച്ചെഴുതിയ രൂപം ഉപയോഗിച്ച് ഇടതുവശത്ത് സെന്റൻസ് വിപുലീകരിച്ച് എഴുതി. ഇറ്റ് ഡസ് വാക്ക് സ്ലോലി എന്നാക്കി. ഇനി അതിൽ നിന്ന് ആക്സിലറി വെർബായ ഡസ് എടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ ഡസ് ഇറ്റ് വാക്ക് സ്ലോലി, അത് പതുക്കെ നടക്കുന്നുവോ എന്ന ചോദ്യം കിട്ടും. അടുത്ത സെന്റൻസ് ദേ കം ടു വിസിറ്റ് മൈ ഹോം. ദേ കം, അവർ വരുന്നു. ടു വിസിറ്റ്, സന്ദർശിക്കുവാൻ. മൈ ഹോം, എൻ്റെ വീട്. അവർ എൻ്റെ വീട് സന്ദർശിക്കുവാൻ വരുന്നു. ഇവിടെ പ്ലൂറൽ ഫോമാണ്. അതുകൊണ്ട് തന്നെ വെർബും പ്ലൂറലാണ്. അപ്പോൾ നമുക്കറിയാം കം എന്ന വെർബിൻ്റെ ഉള്ളിൽ ഡു അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കം പിരിച്ച് എഴുതുമ്പോൾ ഡു പ്ലസ് കം എന്ന് കിട്ടും. ആ പിരിച്ചെഴുതിയ രൂപം ഉപയോഗിച്ച് അടുത്ത സെന്റൻസ് വിപുലീകരിച്ചെഴുതി. ദേ ഡു കം ടു വിസിറ്റ് മൈ ഹോം എന്നെഴുതി. അതിലെ ആക്സിലറി വെർബ് ഡു ആണ്. അതിനെടുത്ത് വാചകത്തിൻ്റെ ആദ്യം എഴുതുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും ചെയ്താൽ ഡു ദേ കം ടു വിസിറ്റ് മൈ ഹോം, അവർ എൻ്റെ വീട് സന്ദർശിക്കുവാൻ വരുന്നുവോ എന്ന് കിട്ടും. ഇനി നമ്മൾ ഡിഡ് എന്ന പാസ്റ്റ് ടെൻസ് രൂപം ഉപയോഗിച്ചുകൊണ്ട് കുറേ സെൻറ്റൻസുകൾ ഉണ്ടാക്കി ഇടതുവശത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നും ചോദ്യവാചകങ്ങൾ ഉണ്ടാക്കുന്ന രീതി വലതുവശത്തും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഐ സാങ് എ സോങ്. ഞാനൊരു പാട്ട് പാടി. ഞാനൊരു പാട്ട് പാടി എന്നാണ്. അപ്പോൾ സാങ് എന്നത് സിങ്, പാടുക എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപമാണ്. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് രൂപത്തിലുള്ള വെർബ് ആയതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, അതിൻ്റെ ഉള്ളിൽ ഡിഡ് എന്ന വാക്ക് അടങ്ങിയിട്ടുണ്ട്. ഡിഡ് എന്ന ആക്സിലറി വെർബ്
എല്ലാ പാസ്റ്റ് ടെൻസിലുള്ള വെർബുകളിലും അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പം സാങ്ങിനെ നമ്മൾ ഇവിടെ പിരിച്ചെഴുതുന്നു. വലത് ഭാഗത്ത് പിരിച്ചെഴുതുമ്പോൾ ഡിഡ് അധികം സിങ് എന്ന് കിട്ടും. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ചിഹ്നത്തിന് ശേഷം വരുന്ന എല്ലാ വെർബ് ഫോംസും റൂട്ട് വെർബ് പ്രസന്റ് ടെൻസിലുള്ളതാണ്. ആ രൂപത്തിൽ തന്നെ ആയിരിക്കും. പിന്നെ പാസ്റ്റ് ടെൻസ് രൂപമായതുകൊണ്ട് ഇവിടുത്തെ സെന്റൻസുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് ഏകവചനമായാലും ബഹുവചനമായാലും ഇവിടെ എല്ലാ വെർബുകളും പിരിച്ചെഴുതുമ്പോൾ ഡിഡ് എന്ന വാക്ക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. മറ്റ് അത് സബ്ജക്റ്റ് ഏകവചനമാണോ ബഹുവചനമാണോ എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം എല്ലാ പാസ്റ്റ് ടെൻസിലുള്ള വെർബുകളും പിരിച്ചെഴുതുമ്പോൾ ഡിഡ് ഉപയോഗിച്ച് തന്നെയാണ് പിരിച്ചെഴുതേണ്ടത്. അതിനുശേഷം വരുന്ന വെർബുകൾ എല്ലാത്തിലും റൂട്ട് ഫോമിലുള്ള വെർബും ആയിരിക്കുകയും ചെയ്യും. അത് ആദ്യമേ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് നോക്കാം. ഐ സാങ് എ സോങ്, ഞാനൊരു പാട്ട് പാടി. സാങ് പിരിച്ചെഴുതി, ഡിഡ് അധികം സിങ്. ഇനി ആ പിരിച്ചെഴുതിയ രൂപം ഉപയോഗിച്ച് ഇടത് ഭാഗത്ത് സെന്റൻസ് വിപുലീകരിച്ചെഴുതി ഐ ഡിഡ് സിങ് എ സോങ്. അതിലെ ആക്സിലറി വെർബ് എന്നത് ഡിഡാണ്. ആ ഡിഡ് എന്ന ആക്സിലറി വെർബിനെ എടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ ഡിഡ് ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടിയോ എന്ന് അർത്ഥം കിട്ടും. അടുത്ത സെന്റൻസ് വി റാൻ ക്വിക്ക്ലി. വി റാൻ ക്വിക്ക്ലി, ഇവിടുത്തെ പാസ്റ്റ് ടെൻസ് രൂപത്തിലുള്ള വെർബ് റാൻ ആണ്. റാൻ പിരിച്ചെഴുതുമ്പോൾ ഡിഡ് അധികം റൺ എന്ന് കിട്ടും. ആ പിരിച്ചെഴുതിയ രൂപം ഉപയോഗിച്ച് നമ്മൾ സെന്റൻസ് ഇടത് ഭാഗത്ത് വിപുലീകരിച്ച് താഴെ എഴുതി വി ഡിഡ് റൺ ക്വിക്ക്ലി. അതിൽ നിന്ന് ആക്സിലറി വെർബായ ഡിഡ് എടുത്ത് പുറത്തു കൊണ്ടുവന്ന് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും ചെയ്താൽ ഡിഡ് വി റൺ ക്വിക്ക്ലി, ഞങ്ങൾ എളുപ്പത്തിൽ ഓടിയോ എന്ന് അർത്ഥം കിട്ടും. അടുത്ത സെന്റൻസ് ഹി എയ്റ്റ് എ മാംഗോ, അവനൊരു മാങ്ങ തിന്നു. ഈറ്റ് എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപമാണ് എയ്റ്റ്, തിന്നു. അതുകൊണ്ട് അത് പാസ്റ്റ് ടെൻസ് രൂപമായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഡിഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് അത് പിരിച്ചെഴുതുമ്പോൾ എയ്റ്റ് പിരിച്ചെഴുതുമ്പോൾ ഡിഡ് അധികം ഈറ്റ് എന്ന് കിട്ടും. ആ പിരിച്ചെഴുതിയ രൂപം ഉപയോഗിച്ച് ഇടതുവശത്ത് സെന്റൻസിനെ വിപുലീകരിച്ചെഴുതി ഹി ഡിഡ് ഈറ്റ് എ മാംഗോ എന്ന് കിട്ടി. അതിൽ നിന്ന് ഡിഡ് എന്ന ആക്സിലറി വെർബ് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും ചെയ്താൽ ഡിഡ് ഹി ഈറ്റ് എ മാംഗോ, അവനൊരു മാങ്ങ തിന്നോ എന്ന് കിട്ടും. അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കൂ. ദേ കെയിം ടു വിസിറ്റ് മൈ ഹോം. ദേ കെയിം, അവർ വന്നു. ടു വിസിറ്റ്, സന്ദർശിക്കുവാൻ. മൈ ഹോം, എൻ്റെ വീട്. അവർ എൻ്റെ വീട് സന്ദർശിക്കുവാൻ വന്നു. ഇവിടെ പാസ്റ്റ് ടെൻസിലുള്ള വെർബ് കെയിമാണ്. അതിൻ്റെ അകത്ത് ഡിഡ് അടങ്ങിയിട്ടുണ്ട്. പിരിച്ചെഴുതുമ്പോൾ കെയിം പിരിച്ചെഴുതുമ്പോൾ ഡിഡ് അധികം കം എന്ന് വരും. ആ പിരിച്ചെഴുതിയ രൂപം ഉപയോഗിച്ച് ഇടത് ഭാഗത്ത് നമ്മൾ സെന്റൻസ് വിപുലീകരിച്ച് എഴുതി ദേ ഡിഡ് കം ടു വിസിറ്റ് മൈ ഹോം. അതിൽ നിന്ന് ആക്സിലറി വെർബായ ഡിഡ് പുറത്തെടുത്ത് വാചകത്തിൻ്റെ ആദ്യം ചേർക്കുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും ചെയ്താൽ ഡിഡ് ദേ കം ടു വിസിറ്റ് മൈ ഹോം, അവർ എൻ്റെ വീട് സന്ദർശിക്കുവാൻ വന്നുവോ. അടുത്ത് ഷീ ടോൾഡ് മീ ഹെർ സ്റ്റോറീസ്. ഷീ ടോൾഡ് മീ, അവൾ എന്നോട് പറഞ്ഞു. ഹെർ സ്റ്റോറീസ്, അവളുടെ കഥകൾ. അവൾ എന്നോട് അവളുടെ കഥകൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ടോൾഡ് ആണ് പാസ്റ്റ് ടെൻസ് ഫോമിലുള്ള വെർബ്. അപ്പോൾ അത് പിരിച്ചെഴുതുമ്പോൾ ഡിഡ് അധികം ടെൽ. ടെൽ എന്ന് വെച്ചാൽ പറയുക. ഡിഡ് അധികം ടെൽ എന്ന് കിട്ടും. അത് ഉപയോഗിച്ച് ഇടത് ഭാഗത്ത് സെൻറ്റൻസ് വിപുലീകരിച്ചെഴുതി ഷീ ഡിഡ് ടെൽ മീ ഹെർ സ്റ്റോറീസ് എന്നാക്കി. അതിൽ നിന്ന് ഡിഡിനെ, ആക്സിലറി വെർബായ ഡിഡിനെ പുറത്തെടുത്ത് വാചകത്തിൻ്റെ ആദ്യം ചേർക്കുകയും തുടർന്ന് വായിക്കുകയും വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ ഡിഡ് ഷീ ടെൽ മീ ഹെർ സ്റ്റോറീസ്, അവൾ എൻ്റെ അടുത്ത അവളുടെ കഥകൾ പറഞ്ഞോ അല്ലെങ്കിൽ പറഞ്ഞുവോ എന്ന് അർത്ഥം കിട്ടും. അടുത്ത സെൻറ്റൻസ് ദ കിഡ്സ് പ്ലേയിഡ് വിത്ത് ടോയ്സ്. ദ കിഡ്സ്, കുട്ടികൾ, പ്ലേയിഡ് കളിച്ച്, വിത്ത് ടോയ്സ് പാവകളുടെ ഒപ്പം അല്ലെങ്കിൽ പാവകളുടെ കൂടെ അല്ലെങ്കിൽ പാവകൾ കൊണ്ട് എന്നിങ്ങനെയൊക്കെ വിത്ത് ടോയ്സിൻ്റെ അർത്ഥം എടുക്കാം. അപ്പോൾ കുട്ടികൾ പാവകൾ കൊണ്ട് കളിച്ചു. അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസിലുള്ള വെർബ് എന്ന് പറയുന്നത് പ്ലേയിഡ് ആണ്.
അത് പിരിച്ച് എഴുതുമ്പോൾ ഡിഡ് അധികം പ്ലേ ആണ്. ഇനി ആ പിരിച്ചെഴുതിയ ഡിഡ് പ്ലസ് പ്ലേ ഉപയോഗിച്ച് സെൻറ്റൻസ് വിപുലീകരിച്ച് ഇടതുവശത്ത് എഴുതി. ദ കിഡ്സ് ഡിഡ് പ്ലേ വിത്ത് ടോയ്സ്. അതിൽ നിന്ന് ആക്സിലറി വെർബായ ഡിഡ് പുറത്തെടുത്ത് വാചകത്തിൻ്റെ ആദ്യം ചേർക്കുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും ചെയ്താൽ ഡിഡ് ദ കിഡ്സ് പ്ലേ വിത്ത് ടോയ്സ്, കുട്ടികൾ പാവകൾ കൊണ്ട് കളിച്ചോ എന്ന് അർത്ഥം കിട്ടും.